ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഈ കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 6-ാം ശ്ലോകം. ഈ നിത്യമായ ആത്മസ്ഥിതി അനുഭവിച്ചറിയാൻ എന്താണ് തടസ്സം? ചിത്തം പലതുകണ്ട് ചഞ്ചലപ്പെടുന്നത് തന്നെയാണ് തടസ്സം. പലതുകണ്ട് അനുഭവിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തം സങ്കല്പങ്ങളടങ്ങി നിരുദ്ധമാകുമെങ്കിൽ അതുതന്നെ നിർവികാരമായ ബ്രഹ്മസ്വരൂപം കൈക്കൊള്ളും എന്നാണ് 6-ാം പദ്യം വെളിപ്പെടുത്തുന്നത്. ഉണരണമിന്നിയുറങ്ങണം, ഭുജിച്ചീടണമശനം പുണരേണമെന്നിവണ്ണം, അണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവത് ഉള്ള ഒരു നിർവികാരരൂപം. ഉണരണമിന്നിയുറങ്ങണം, ഭുജിച്ചീടണമശനം പുണരേണമെന്നിവണ്ണം, അണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവത് ഉള്ള ഒരു നിർവികാരരൂപം. ഉണരണം, ഉറങ്ങിയിട്ട് ഉണരണം. ഇന്നി ഉറങ്ങണം, വീണ്ടും ഉറങ്ങണം. ഭുജിച്ചിടണം അശനം, ആഹാരം കഴിക്കണം. പുണരേണം, ദാമ്പത്യസുഖം അനുഭവിക്കണം. എന്നിപ്രകാരം അണയും അനേക വികൽപ്പം, അനേക സങ്കല്പങ്ങൾ വന്നു ചേരും. ആകയാൽ ഈ സങ്കല്പവലയത്തിൽ പെട്ടുഴലുന്നതു നിമിത്തം ആരുണരുവത്, സത്യം കണ്ടുണരാൻ ആർക്ക് കഴിയും? ചിത്തത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി ഒരു നിർവികാര രൂപം, അതിശയകരമാം വണ്ണം നിർവികാരമാണ്. ഉറങ്ങിയിട്ട് ഉണരണം, വീണ്ടും ഉറങ്ങണം, ആഹാരം കഴിക്കണം, ദാമ്പത്യസുഖം അനുഭവിക്കണം എന്നിപ്രകാരം അനേക സങ്കല്പങ്ങൾ വന്നു ചേരും. ഈ സങ്കല്പ വലയത്തിൽ പെട്ടുഴലുന്നതു നിമിത്തം സത്യം കണ്ടുണരാൻ ആർക്കു കഴിയും? ചിത്തത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി അതിശയകരമാം വണ്ണം നിർവികാരമാണ്. ഒരു നിർവികാര രൂപം. മനുഷ്യജീവിതം ആവർത്തിക്കപ്പെടുന്ന സങ്കല്പങ്ങളുടെ ഒരു വലയത്തിൽ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉണരുക, ഉറങ്ങുക, ഉണ്ണുക, ദാമ്പത്യസുഖം അനുഭവിക്കുക, ഇവയാണ് ആ സങ്കല്പ വലയം. ഏതാനും അടിസ്ഥാന സങ്കല്പങ്ങളുടെ തൃപ്തിക്കു വേണ്ടിയാണ് സകല കർമ്മചലനങ്ങളും എന്ന് ചിന്താശീലന്മാർക്ക് കാണാൻ പ്രയാസമില്ല. എന്നാൽ ഈ അടിസ്ഥാന സങ്കല്പങ്ങൾ ഒരിക്കലും പൂർണ്ണമായി തൃപ്തിപ്പെട്ട് ഉപശമിക്കുന്നത് കാണുവാനുമില്ല. വസ്തുസ്ഥിതി എന്തെന്നറിയാത്ത അജ്ഞതയാണ് ഇതിന് കാരണം. ഒന്നിനു പുറകെ ഒന്നായി ചക്രഭ്രമണ രൂപത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക സങ്കല്പങ്ങളിൽ പെട്ടുഴലുന്നത് കൊണ്ട് വസ്തുതത്വം ഒരിക്കലും ദൃഷ്ടിഗോചരം ആകുന്നില്ല. സദാ ചഞ്ചലമായ ചിത്തത്തിന് ഒരിക്കലും വസ്തു തെളിയുകയില്ല. അത് വെളിപ്പെടുത്താനാണ് അനേക വികൽപ്പമാകയാൽ ആരുണരുവത് എന്ന് ഗുരുദേവൻ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വികൽപ്പങ്ങൾ അജ്ഞത നിമിത്തം കൃത്രിമമായി വന്നു ചേരുന്നവയാണ്. സത്യസ്ഥിതി തെളിയുന്ന ചിത്തത്തിൻ്റെ യഥാർത്ഥ രൂപം ആനന്ദഘനമായ ബോധം തന്നെയാണ്. അത് നിശ്ചലവും നിർവികാരവുമാണ്. ഒരു നിർവികാര രൂപം എന്ന ഈ കൊച്ചു മലയാള വാക്യത്തിൽ ഗുരുദേവൻ അത്യുജ്വലമായ ഒരു പരമസത്യമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ചിത്തം ഒരു നിർവികാര സത്യമാണ് എന്നത്രേ ഈ വാക്യത്തിൻ്റെ അർത്ഥം. സങ്കല്പങ്ങൾ മാറി മറയുന്ന താൽക്കാലികങ്ങളായ നാമരൂപ പ്രതിഭാസങ്ങളാണ്. സ്ക്രീനിൽ സിനിമാ ചിത്രങ്ങൾ എന്ന പോലെ ചിത്തത്തിലാണല്ലോ ഈ നാമരൂപ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നത്. നാമരൂപ പ്രവാഹം മൂലം ചിത്തത്തിൻ്റെ സത്യസ്ഥിതി അറിയാനേ പറ്റുന്നില്ല. എന്നാൽ നാമരൂപ പ്രവാഹത്തെ തടഞ്ഞു നോക്കിയാൽ കാണാം, അത്ഭുതകരമാം വണ്ണം ചിത്തം അതിൻ്റെ യഥാർത്ഥ രൂപം ആവിഷ്കരിക്കുന്നത്. നിരോധിക്കപ്പെട്ട് നിശ്ചലവും നിർവികാരവുമായി തീരുന്ന ചിത്തം തന്നെയാണ് ബ്രഹ്മം. നാമരൂപ പ്രവാഹത്തിൽപ്പെടുന്ന ചിത്തം പ്രപഞ്ചം. നിശ്ചലവും നിർവികാരവുമായ ചിത്തം ബ്രഹ്മം. വേദാന്ത സിദ്ധാന്തം മുഴുവൻ
ഈ രണ്ട് കൊച്ചുവാക്യങ്ങളിൽ ഒതുങ്ങുന്നു. മാണ്ഡൂക്യകാരികയിൽ ഗൗഡപാദാചാര്യർ പറയുന്നത് നോക്കുക. യദാ ന ലീയത്തെ ചിത്തം ന ച വിക്ഷിവ്യത്തെ പുനഃ അനിംഗനമനാഭാസം നിഷ്പന്നം ബ്രഹ്മതത്തദാ. മാണ്ഡൂക്യകാരിക 3:46. ചിത്തം ലയിച്ച് നിദ്രയിൽ ആണ്ടുപോകാതെയോ ചലിച്ച് പ്രപഞ്ച പ്രതിഭാസങ്ങൾ ഉണ്ടാക്കാതെയോ അചഞ്ചലമായി നിർവികാരമായി സ്ഥിതി ചെയ്യുമെങ്കിൽ അതുതന്നെയാണ് ബ്രഹ്മസ്വരൂപം. ഇതുതന്നെയാണ് ഉള്ളൊരു നിർവികാര രൂപം എന്ന ചെറുവാക്യത്തിൽ ഗുരുദേവൻ പ്രഖ്യാപിക്കുന്ന മഹാസത്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.